തൃശൂർ ജില്ലാ ജനറൽ ആശുപത്രിയിൽ ആധുനിക ലാബ് സ്ഥാപിക്കുന്നതിനായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി 33 ലക്ഷം രൂപ അനുവദിച്ചിട്ടും പദ്ധതിക്ക് അനുമതി ലഭിച്ചില്ല. MP ഫണ്ടിൽ നിന്നും ഒരു വർഷം മുൻപ് തുക അനുവദിച്ചിട്ടും സംസ്ഥാന സർക്കാരും ആരോഗ്യവകുപ്പും പദ്ധതി അട്ടിമറിക്കുകയാണെന്ന് BJP ആരോപിക്കുന്നു. 2025 ഫെബ്രുവരി 2 കേന്ദ്രമന്ത്രിയും MP-യുമായ സുരേഷ് ഗോപിയുടെ ഓഫീസ് തൃശൂരിൽ സ്ഥാപിതമാകുന്നു. ഫെബ്രുവരി 5 തൃശൂരിലെ ജനങ്ങൾക്ക് വേണ്ടി സുപ്രധാനമായിട്ടുള്ള പ്രഖ്യാപനമുണ്ടാകുന്നു. തൃശൂർ ജില്ലാ ജനറൽ ആശുപത്രിയിൽ രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയുടെ മൾട്ടി സ്പെഷ്യാലിറ്റി ലാബോറട്ടറി സ്ഥാപിക്കാൻ 33 ലക്ഷം രൂപ കേന്ദ്രമന്ത്രി അനുവദിക്കുന്നു. പദ്ധതിക്കായി പണം അനുവദിച്ച് ഒരു വർഷവും 8 ദിവസവും പിന്നിടുമ്പോഴും പദ്ധതിക്ക് വേണ്ടി സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അനുമതി നൽകിയിട്ടില്ല. കാരണം ഒന്നേയുള്ളൂ, ഉദ്യോഗസ്ഥ തലത്തിൽ കേന്ദ്രമന്ത്രിയുടെ പദ്ധതികൾക്ക് വിലങ്ങിടുക എന്നതാണ്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നിരവധി പദ്ധതികൾ തൃശ്ശൂരിൽ കൊണ്ടുവന്നെങ്കിലും അതിനെയെല്ലാം മുളയിലേ നുള്ളാൻ ഒരു പറ്റം ഉദ്യോഗസ്ഥർ ഒരുമ്പെട്ടിറങ്ങിയിരിക്കുകയാണ്. അത്തരം ഉദ്യോഗസ്ഥരുടെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് ലാബിന്റെ പ്രവർത്തനം തുടങ്ങാൻ കഴിയാത്തതിന് പിന്നിലെന്ന് തൃശ്ശൂർ കോർപ്പറേഷൻ കൗൺസിലർ പൂർണിമ സുരേഷ് പറഞ്ഞു. RGCB എന്ന് പറഞ്ഞിട്ടുള്ള ലാബ്, രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജി ലാബ് അനുവദിച്ചുകൊണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി 33 ലക്ഷം രൂപ അനുവദിച്ചുകൊണ്ടുള്ള കത്ത് നൽകുകയുണ്ടായി. പക്ഷേ ഒരു വർഷവും ഒരു ആഴ്ചയും പിന്നിടുമ്പോഴും അതിന് വേണ്ടിയിട്ടുള്ള യാതൊരു നടപടിയും സർക്കാർ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു വിഷമം ആയിട്ടുള്ളൊരു കാര്യം. നിരവധി തവണ റിമൈൻഡറുകൾ ഇവിടെ കോർപ്പറേഷനിൽ അയക്കുകയും അതിന് വേണ്ടിയിട്ടുള്ള എസ്റ്റിമേറ്റ് തയ്യാറാക്കി തരികയും ആവശ്യപ്പെട്ടിട്ട് പോലും ഒന്നും നടന്നിട്ടില്ല. തൃശൂർ കോർപ്പറേഷന് കീഴിലാണ് ജനറൽ ആശുപത്രി വരുന്നത്. ആദ്യഘട്ടത്തിൽ കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നും പദ്ധതി വൈകിപ്പിക്കാൻ നീക്കമുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് ലാബിന് വേണ്ടി കോർപ്പറേഷൻ അനുകൂല നിലപാട് സ്വീകരിച്ചു. ആരോഗ്യ വകുപ്പിൽ നിന്നും അന്തിമാനുമതി ലഭിച്ചാൽ മാത്രമേ ലാബിന്റെ പ്രവർത്തനം തുടങ്ങാൻ കഴിയൂ. അനുമതി ഇതുവരെ ലഭിച്ചിട്ടില്ലെന്നാണ് ജനറൽ ആശുപത്രി അധികൃതരും വ്യക്തമാക്കുന്നത്. സാധാരണക്കാരായ നൂറുകണക്കിന് ആളുകൾക്ക് ഗുണകരമാവേണ്ട ലാബിന് വിലങ്ങതടിയാവുന്ന രാഷ്ട്രീയ തിമിരം ബാധിച്ച ഉദ്യോഗസ്ഥരെ ഒറ്റപ്പെടുത്തണമെന്ന് BJPയും ആവശ്യപ്പെട്ടു. ജനം, തൃശൂർ.